LDF 3.0 സർക്കാർ വരുമെന്നാണ് വീണ്ടും ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന സൂചന. അത് ആരാ നൽകുന്നതെന്ന് വെച്ചാൽ UDFിന്റെ ഒരു സർവേ റിപ്പോർട്ടിൽ തന്നെയാണ് ഇത് പറയുന്നത്. കാരണം നിലവിൽ CPMന്റെ MLAമാരൊക്കെ തന്നെ വീണ്ടും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ 70-ലധികം MLAമാരുമായിട്ട് LDF സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമോ? PSN സാറുണ്ട്, പ്രശാന്ത് പ്ലാത്തോട്ടുണ്ട്, എങ്ങനെ കാണാം? അപ്പോൾ അതിനകത്ത് നമ്മൾ പലവട്ടം ഞാനും PSN മാസ്റ്റർ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ നിലവിലെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ അടുത്തതിന് ആ പാർട്ടി അധികാരത്തിൽ വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20 സീറ്റോളം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ 20 കാരണം ഒരെണ്ണമൊക്കെയാണ് CPMന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാറ്റേണിൽ ആ വോട്ടിംഗ് എന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലല്ലോ. അപ്പോൾ ആ പാറ്റേണിൽ അല്ല, ഈ ലോക്സഭാ പാറ്റേണിലല്ലല്ലോ ഈ പറയുന്ന നിയമസഭാ പാറ്റേണിൽ. ഇതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പാറ്റേണിലുള്ള വോട്ട് ആയിരിക്കണമെന്നില്ലല്ലോ നിയമസഭയിലേക്ക്. ഇതിനകത്ത് വളരെ വലിയൊരു കാര്യമുണ്ട്. എപ്പോഴും ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ആൾക്കാർ, അത് ഏത് പാർട്ടിയുടേതായാലും അത് ജനങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ പാടാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് CPMന്റെ ഏറ്റവും വലിയ ലോക്സഭാ സീറ്റുകളുടെ കൊല്ലത്ത്. അറിയാമല്ലോ, പ്രേമേന്ദ്രൻ ജയിക്കുന്നത്. പ്രേമേന്ദ്രൻ RSPക്ക് കൊല്ലത്ത് കായ്ക്ക് തൊടാനുള്ള മാർഗമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നില്ല, ഒരു നിയമസഭാ സീറ്റ് പോലും ജയിക്കുന്നില്ല. അതായത് RSP എന്ന് പറയുന്നത് നിലംപരിശായിപ്പോയി. പക്ഷേ ആ RSPയുടെ ലെവലിൽ നിൽക്കുന്ന പ്രേമേന്ദ്രനോട് ലക്ഷക്കണക്കിന് രൂപ വോട്ട് ചെയ്യുന്നതാണ്. പ്രേമേന്ദ്രൻ അവിടെ ജനങ്ങൾക്കിടയിലുള്ള ആളാണ് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല പാർട്ടികളുടെയും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ CPMന്റെ ആയാലും LDFന്റെ ആയാലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആയാലും UDFന്റെ ആയാലും ചില നേതാക്കന്മാർ എപ്പോഴും ജയിക്കും. ആരാ? ഒന്ന് VD സതീശൻ ജയിക്കുന്നില്ലേ, രമേശ് ചെന്നിത്തല ജയിക്കുന്നില്ലേ, തിരുവഞ്ചൂർ രാജൻ ജയിക്കുന്നില്ലേ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പല സ്ഥാനാർത്ഥികളും ജയിക്കുന്നില്ല, CPMന്റെ പല സ്ഥാനാർത്ഥികളും ജയിക്കുന്നില്ല. അപ്പം ജനത്തിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന ജനപ്രതിനിധി തിരുവഞ്ചൂർ രാജൻ എന്ന് പറഞ്ഞാൽ ഏത് അവസരത്തിലും ജയിക്കും. ഏത് അവസരത്തിലും അയാൾക്ക് 30,000 വോട്ട് പുറത്ത് ഭൂരിപക്ഷം കാണും. ഏത് UDF വിരുദ്ധ തരംഗം വന്നാലും അയാൾക്കുണ്ടാവും. അപ്പം അതുപോലെ തന്നെ പല സീറ്റുകളിലും അങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലം തൊട്ട് പരിശോധിക്കുമ്പോൾ CPM അപ്രമായത്തുള്ള പാർട്ടിയാണ് കേരളത്തിൽ. എത്ര പറയുമ്പോഴും ആര് സമ്മതിച്ചില്ലെങ്കിലും എത്ര മാധ്യമ സൃഷ്ടി ഉണ്ടെങ്കിലും, കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 38 സീറ്റിലാണ്, ഈ 97 മത്സരിക്കുമ്പോൾ 38 സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു. അന്ന് 44 സീറ്റ് CPMന് മാത്രമുണ്ട് സാർ. മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ വരികയാണ്. പിണറായി വിജയൻ്റെ സർക്കാർ വരുമ്പോൾ 62 സീറ്റിൽ 77 മത്സരിക്കുമ്പോൾ 62 സീറ്റിൽ CPM ജയിക്കുക. ഞാൻ പറഞ്ഞത് LDF അല്ല, CPMൻ്റെ കാര്യം. ഇപ്പോഴും 77 സീറ്റ് മത്സരിക്കുമ്പോൾ ഏതാണ്ട് 66ഓളം സീറ്റുണ്ട്. ചിഹ്നത്തിലുള്ളത് 4 ചിഹ്നത്തിലല്ലെന്ന് തോന്നുന്നു, 66ഓളം സീറ്റുണ്ട്. ആ സമയത്ത് 97 കോൺഗ്രസ് മത്സരിക്കുമ്പം ആദ്യത്തെ പ്രാവശ്യം 97 മത്സരിക്കുമ്പോൾ 21, രണ്ടാമത്തെ പിണറായി സർക്കാർ മത്സരിക്കുമ്പോൾ 97 മത്സരിക്കുമ്പോൾ 22 സീറ്റേ ഉള്ളൂ. ഈ 22 ജനപ്രതിനിധികളെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നവനാണ്. അതിനകത്ത് തിരുവഞ്ചൂർ രാജനുണ്ട്, അതിനകത്ത് രമേശ് ചെന്നിത്തലയുണ്ട്, അതിനകത്ത് VD സതീശനുണ്ട്, അതിനകത്ത് മകേഷുണ്ട്. അതായത് അവരെ തോൽപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ഏത് തരംഗത്തിലും അവരെ തോൽപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം അവർ ജനങ്ങൾക്കിടയിലുള്ളതാ. ഇതേ കാഴ്ചപ്പാടിൽ ഇതേ പ്രശ്നത്തിൽ നിയമം ഉൾപ്പെടെ ഉള്ളിടത്ത് ശിവൻകുട്ടി, നമ്മൾ നിയമമാണെന്നല്ലോ BJP പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ BJPക്ക് സാധ്യത. നിയമത്തിൽ ശിവൻകുട്ടി മത്സരിച്ച പ്രശ്നമാണ്, അന്ന് ജനപ്രതിനിധിയാണ്. പ്രശാന്ത് വട്ടിയൂർക്കാവ് മത്സരിച്ച CPMന് ജയിക്കാനുള്ള സാധ്യത ഉള്ളവിടെ. തിരുവനന്തപുരത്തുള്ള അതായത് ഇതുപോലെ തിരുവനന്തപുരത്തും കേരളത്തിലുടനീളം നമ്മളീ പറയുമ്പോൾ ഇപ്പോഴത്തെ സർവേ തന്നെ ജനങ്ങൾക്കിടയിൽ വളരെ തൃപ്തരാണ് LDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനപ്രതിനിധികൾ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യവും പിണറായി വിജയൻ്റെ 3ാമത് സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇതിന് 98 സീറ്റാണ് കിടക്കുന്നത്. ഏതാണ്ട് 71 മതി. അതിനകത്തൊന്നും നമ്മൾ നോക്കുമ്പോൾ 10-30 സീറ്റിൻ്റെ വ്യത്യാസം വരും. ഈ 30 മത്സരിച്ച് വരണം. അതിനകത്ത് കൃത്യമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ സീറ്റ് കൂടാൻ സാധ്യതയുള്ളത് ആരാ? മുസ്ലിം ലീഗിൻ്റെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരണം, ഉണ്ടാക്കണം. അതിനകത്ത് ഇവർ ഉണ്ടാക്കേണ്ടത് 30ഓളം സീറ്റ് ഉണ്ടാക്കണം. അവരുടെ 30ഓളം സീറ്റിനകത്ത് 25 സീറ്റ് പോയാലും അവർക്ക് LDFന് ഭരണം ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് ഭരണത്തിൽ വരണമെങ്കിൽ 30ഓളം ഉണ്ടാക്കണം. ആരെ? ഈ ജനപ്രതിനിധികളെ, അല്ലെങ്കിൽ ജനത്തിനിടയ്ക്ക് സ്വാധീനമുള്ള ജനപ്രതിനിധികളെ അതിനെ മറികടക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവരെ മാറ്റിയിട്ട് ഇവരെ തീരുമാനിച്ചാൽ ഞങ്ങളുടെ കാര്യത്തിനകത്ത് ഇപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെക്കാട്ടി ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ജനത എത്ര ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്തും. അപ്പം സാധ്യത നമ്മൾ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഭൂരിപക്ഷം കിട്ടിയെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ അതൊന്നും ഒരു പാറ്റേണല്ല. അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ സർവേക്കകത്ത് കാര്യങ്ങൾ, അത് കോൺഗ്രസ് അത് വെളിവിടുന്നില്ലെന്നുള്ളൂ, സർവേക്കകത്ത് ചില കാര്യങ്ങളുണ്ട്. ആ സർവേ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലുടനീളമുള്ള
LDFിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ജനപ്രതിനിധികൾ അതായത് എത്ര ആക്ഷേപമുള്ളപ്പോഴും അതായത് മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ അവർ തൃപ്തരാണെന്നാണ് സാർ, അല്ലെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ശരി. എനിക്കിതിനകത്ത് തോന്നുന്നൊരു പ്രശ്നം, പൊതുവേ ഞാൻ ഇന്നലെയൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ പലർക്കും അവർ നേരത്തെ തന്നെ ആൻറ്റി ലെഫ്റ്റാണ് അവർ. അപ്പോൾ അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് പിണറായി വിജയൻ സർക്കാരിനെ പരാജയപ്പെടുത്താൻ കഴിയും, എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്നാണ് അവരിൽ പലരും പറയുന്നത്. പക്ഷേ അത് പൊതുവെ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ LDF സർക്കാർ വരാനുള്ള സാധ്യതയില്ല എന്ന തോന്നലാണ് പൊതുവെ നമുക്ക് തോന്നുക. പക്ഷേ തെരഞ്ഞെടുപ്പ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, പരിശോധിക്കുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ മറ്റൊന്നാണ്, അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറൊന്നാണ്. എങ്കിലും ഇവിടെയൊക്കെ നമുക്കതിൽ നിന്ന് ചില സൂചനകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനകത്തിൽ. ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് മുസ്ലിം സമുദായ അംഗങ്ങൾ ആരും തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. അതാണ് വ്യക്തമായ ഒരു സൂചന എന്ന് പറയും. അത് ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാനായിട്ട് ഉതകുന്ന ഘടകമായിട്ട് മാറും. കാരണം മുസ്ലിം സമുദായത്തിനിടക്ക് CPM-ആയിട്ടൊക്കെ അടുത്തു പോന്നിരുന്ന പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു, പല പ്രവർത്തകരും. അവരൊക്കെ നേരത്തെ LDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഇനി ആ സമുദായത്തിൻ്റെ തന്നെ ഒരു LDFന് അനുകൂലമായിട്ട് വരുന്ന സമയത്താണ് വൻ ഭൂരിപക്ഷത്തിന് LDF ജയിക്കുന്നത്. പക്ഷെ മുസ്ലിം സമുദായം അതിശക്തമായിട്ട് എതിർത്തൊരു സമയമുണ്ട്. ശരീഅത്ത് നിയമത്തിനെതിരെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സംഘവും വലിയ പോരാട്ടം നടത്തി. അപ്പോഴാണ് വലിയ മുദ്രാവാക്യം തെരുവിൽ വന്നത്, EMSൻ്റെ ഓളയും കെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. കേട്ടിട്ടുണ്ട്. ആ മുദ്രാവാക്യം ഉയർത്ത കാലത്ത് UDF തോറ്റുപോയി, LDF ജയിച്ചത്. അന്ന് ആരും വിചാരിച്ചിരുന്നില്ല അത്ര ശക്തമായിട്ട്. അത്ര ശക്തം എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽ ഒറ്റയാളൊന്ന് CPM വോട്ട് ചെയ്യാറുള്ളൂ, പക്ഷേ CPM ജയിച്ച്. അപ്പോൾ പലതരം പാറ്റേൺ കേരളം നിർമ്മിച്ചിട്ടുണ്ട് ശരിക്കും. അങ്ങനെ പലതരം പാറ്റേൺ നിർമ്മിക്കുന്ന കാലഘട്ടങ്ങളെ പരിശോധിച്ചാൽ അവസാനം ഇതെങ്ങനെയാണ്, എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു സമുദായം മൊത്തമായിട്ട് ഒരു മുന്നണിക്കെതിരെ നിന്നാൽ ബാക്കിയുള്ള സമുദായങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിനെതിരെ ധ്രുവീകരിക്കപ്പെടും. ആ ധ്രുവീകരണം സ്വാഭാവികമാണ്. അതാണ് തെരഞ്ഞെടുപ്പിലെ ഈ സാമുദായിക ധ്രുവീകരണത്തിൻ്റെ റിസൾട്ടാണ്. ഒരു സമുദായം എവിടെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിനെതിരെ മറ്റുള്ളവർ തിരിയും. അത് ആർക്കും അതിനെ തടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര ശക്തമായിട്ടുള്ള രീതിയിലാണ് മുസ്ലിം സമുദായ ധ്രുവീകരണം ഉണ്ടാകുന്നത്, അതിനനുസരിച്ച് തന്നെ ഹിന്ദു സമുദായ ധ്രുവീകരണം ഉണ്ടാവില്ല എന്ന് നമ്മൾ വിളിച്ചു പറയും എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം പോലെയാണ്. എവറി ആക്ഷൻ ദർ ഇസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആ റിയാക്ഷനാണ് ശരിക്കും ഇതിനകത്ത്. അതാരും ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് ഒരിക്കലും ജനാധിപത്യ സംവിധാനത്തിനകത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പാർട്ടിയും സമുദായ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കാൻ പാടില്ല ചെയ്യും. അപ്പോൾ BJP എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ റിസൾട്ട് അനുകൂലമാണെന്നുള്ളതിൻ്റെ പേരിലാണ് അവരെ പ്ലസ് സമുദായ ധ്രുവീകരണം നടത്തുന്നത്. ഉത്തരേന്ത്യയിലേക്ക് അങ്ങനെയാണ് അവർക്ക് വിജയിക്കാനായിട്ട് കഴിയും. അതായത് ഹിന്ദു വോട്ടുകളെ മുഴുവൻ ധ്രുവീകരിച്ച് ഒറ്റ പാക്കറ്റാക്കി അത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകുക. അങ്ങനെയാണ് BJP അവിടെ ചെയ്യും. കേരളത്തിലെ സ്ഥിതി അതല്ല ശരിക്കും. കേരളത്തിൻ്റെ സോഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് ദോഷമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ BJPയുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് BJP പ്രവർത്തകരും അല്ല നേതാക്കളും കരുതുന്നുണ്ടല്ലോ. അതൊന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പറ്റില്ല. അതുണ്ടാവില്ല. വലിയ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആലപ്പുഴയിലൊക്കെ അവർക്ക് കൊട്ടക്കണക്കിന് വോട്ട് കിട്ടും എന്നാണ്. അതൊന്നും ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള MLA എന്ന് പറയുന്നത്, നിലവിലുള്ള MLA-മാരുടെ പ്രത്യേകത അവർ നാടുവാഴികളാണ്. പ്രശ്നമല്ല, പാർട്ടി പ്രശ്നമല്ല. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. കോൺഗ്രസിനെ സ്ഥിരമായിട്ട് ഒരുത്തരം ഇങ്ങനെ ജയിച്ചിട്ടിരിക്കും. CPM 3 വട്ടം എന്നൊക്കെ പറഞ്ഞ ആളെ മാറ്റി നിർത്തുന്നത് മണ്ടത്തരമാണെന്ന് CPM-ന് തോന്നിയുകൊണ്ടാണ്
CPM അതൊക്കെ എടുത്ത് കളയാന്ന് പറഞ്ഞു. വിജയസാധ്യതയുള്ളവരെ ആ വിജയസാധ്യതയുള്ളവർ അവര് കോൺഗ്രസ്സുകാർ കാണിക്കുന്നവരെ നിങ്ങളും കാണിച്ചോടാ എന്നുള്ള രീതിയിലുള്ള തീരുമാനം എടുക്കും. അതെന്തൊരു തോന്നിയാസമാണ് ശരിക്കും ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തില് മുഴുവൻ സമയം ഇവരെ MLA ആയിട്ട് നമുക്ക് ചുമക്കേണ്ട ഗതികളല്ലേ. 25, 30, 40, 50 എന്നൊക്കെ പറഞ്ഞു. മാണി സാർ 50 കഴിഞ്ഞു. വേറെ എന്ത് ജനാധിപത്യമാണ്? ഇപ്പൊ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ഇവരെ നിർത്താൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് വിട്ട് കളഞ്ഞിട്ട് ഇവരിങ്ങനെ ജയിക്കുന്ന ആൾക്കാരിങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കും. CPM വഴിയിലേക്ക് വന്നു. CPMന്റെ മോശമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അത് സഹായിക്കുവരെ. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അങ്ങനെ തന്നെ നിർത്താനായിട്ട് തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞ പേരുകളൊക്കെ VD സതീശനായി കഴിഞ്ഞാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനായി കഴിഞ്ഞാലും ഇപ്പം മകേഷിൻ്റെ കാര്യം പറഞ്ഞു, പ്രശാന്തിൻ്റെ കാര്യം പറഞ്ഞു, അതുമാതിരി എത്ര ആളുടെ പേര് പറയാം. പക്ഷെ CPMൽ അങ്ങനെ പറ്റൂലായിരുന്നു. കാരണം 2-3 വട്ടം കഴിയുന്ന സമയത്ത് മാറ്റുമായിരുന്നു അവർ. ഇപ്രാവശ്യം തീരുമാനം മാറ്റാന്ന് പറഞ്ഞാൽ ഇത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണ് അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ യുക്തി എന്താണ്? സർക്കാരിൻ്റെ ഫണ്ട് മുഴുവനും ഇവർ നിയോജക മണ്ഡലത്തിൽ പല സ്ഥലത്തുമായിട്ട് വിതരണം ചെയ്യും. എന്നിട്ട് പറയും ഇതെൻ്റെ അമ്മായിയപ്പൻ്റെ ഫണ്ടാണെന്ന് പറഞ്ഞിട്ട് ഈ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ബോധ്യപ്പെടുത്തും. മനസ്സിലായി? ചികിത്സാ സഹായം, പെരമണിയുന്ന പരിപാടി, അങ്ങനെ പല പരിപാടികളുണ്ട്. ആ പരിപാടികൾക്ക് ഈ സർക്കാരിൻ്റെ ഫണ്ട് ചെലവഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ഏത് MLA ആണോ ചെലവഴിക്കുന്നത് അയാൾക്ക് ഒരു ടീമുണ്ട്. ഈ ടീം പോയി ഇവരെ ബോധ്യപ്പെടുത്തും ഇത് ഇന്നയാളുടെ ഫണ്ടാണ്, പ്രത്യേകം നിങ്ങളെ പരിഗണിച്ചിട്ട് ചെയ്തേക്കണം, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചാണ്. എന്നിട്ട് ഇലക്ഷൻ ആകുന്ന സമയത്ത് ഇതേ ടീം ചെല്ലും. അറിയാലോ, അങ്ങനെയാണ് ഇവിടെ വോട്ട് നടക്കണം. ഇതാണ് ഇവിടുത്തെ ജനാധിപത്യം. അതല്ലാതെ ബാക്കിയുള്ള ജനാധിപത്യമൊക്കെ നമ്മുടെ പത്രങ്ങളിൽ, അതേപോലെ തന്നെ നമ്മളുടെ ഇതേപോലെ ഡിസ്കഷനുകളിൽ, ടെലിവിഷൻ ഡിസ്കഷനിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടർ നിലനിൽക്കുമ്പോൾ ഈ 98 MLA-മാർ എന്ന് പറയുന്നത് ഈ LDFന്റെ ഒരു പ്ലസും UDFന്റെ ഒരു മൈനസുമാണ് ശരിക്കും. ആ ഫാക്ടറിനെ എങ്ങനെ മറികടക്കാനായിട്ട് കഴിയും? അങ്ങനെ മറികടക്കാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് വിജയത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. 1, 2 സമയമുണ്ടെങ്കിൽ ഞാൻ അതുകൂടി പറയാം. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എത്രയാണ്? 12 ലക്ഷത്തിൻ്റെ വോട്ട് വ്യത്യാസം. 12 ലക്ഷം UDFന് കൂടുതലാണ്. അതിൽ 6 ലക്ഷം മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. ബാക്കി 6 ലക്ഷം ഈ 13 ജില്ലകളിലായിട്ട് സ്കാറ്റേഡ് കിടക്കുകയാണ്. അത് മറികടക്കാൻ LDFന് കഴിയും. 6 ലക്ഷം വോട്ടാണ് 13 ജില്ലകളിലായിട്ട് കിടക്കുന്നത്. മനസ്സിലായ? അത് മറികടക്കാനായിട്ട് വളരെ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള വർക്ക് കൊണ്ട് കുറേ കഴിയും. അത്രയും കഴിഞ്ഞാൽ മതി അവർക്ക് 70ൻ്റെ അപ്പുറത്ത് കിടക്കാനായിട്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എതിർപ്പ് എന്നതിനപ്പുറത്തേക്ക് CPMനോടോ അല്ലെങ്കിൽ LDFനോടോ എതിർപ്പില്ലാത്തൊരു വലിയ സമൂഹം ഉണ്ടെന്നാണ്. അത് ഇപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനുള്ള വെറുപ്പ് തന്നെയാണ്. അതാണ് പ്രധാനമായിട്ട് ഇങ്ങനെ പരക്കുന്നത്. നമ്മളെവിടെ നോക്കിയാലും ആരുമായിട്ട് സംസാരിക്കുന്ന സമയത്തും അതാണ് പറയുന്നത്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? അതിനപ്പുറത്തൊന്നും പറയുന്നില്ല. പിന്നെ കളവ് സാർവത്രികമാണ്. കളവ് ഇപ്പൊ അനുവദിച്ചു. കളവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് സത്യസന്ധരാണെന്ന് UDFന്റെ നേതാക്കളെ സത്യസന്ധരാണെന്ന് ആരും പറയുന്നില്ലല്ലോ. അത് എല്ലാവരും ആയെന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. എല്ലാവരും കട്ട് നിന്നോട്ടെ, കുറച്ച് ആൾക്കാർക്ക് കിട്ടിയാൽ എന്നുള്ളതാണ് കഴിഞ്ഞിരിക്കുന്ന കാര്യം. ആശുപത്രി കണ്ടോ, സ്കൂള് കണ്ടോ, റോഡ് കണ്ടോ, ഇതൊക്കെ ആൾക്കാർ പറയുന്നത്. കളവുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? പക്ഷേ ഈ രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇതിന്റെ ഒരു തോട്ട് പ്രോസസ്സ് നടക്കുന്നത് ഇവിടെ. ശരിയായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയും ശരിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, അതൊന്നുമില്ല. രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമുള്ളത്? എന്ത് രാഷ്ട്രീയമാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പൊ VD സതീശൻ പറയുന്ന ഞങ്ങളാണ് ലെഫ്റ്റ് എന്നാണ്. അതാണ് രാഷ്ട്രീയം. VD സതീശൻ പറയുന്നത് ലെഫ്റ്റ് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ്. അത് വെച്ചാൽ കോൺഗ്രസ് ഇപ്പൊ ഐഡിയോളജി പോലും ഇല്ലാതായി. അവർക്ക് ഐഡിയോളജി മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലായി ലെഫ്റ്റിനെ പ്രസക്തി ഉള്ളൂ. ലെഫ്റ്റിന്റെ ഐഡിയോളജിയാണ് കേരളത്തിന്റെ ഐഡിയോളജി എന്നൊക്കെയാണ്. BJP പോലും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യം ചെയ്യുമ്പോൾ. കാരണം കേരളത്തിൽ ലെഫ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ഉള്ള CPMും അതുപോലെ തന്നെ അതിന്റെ ഘടകകക്ഷികൾ അവർ മാറിപ്പോയി. അപ്പോഴാണ് മറ്റൊരു പറയുന്നത് അല്ലല്ല ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ല തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതികളെല്ലാം പോകാൻ പോകുന്നത്.
തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ നിർണയിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് പൂക്കാറും പറയാൻ പറ്റും. നമ്മൾ പറയുന്ന പൂക്കാറും ശരിയാകാനും സാധ്യതയുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഉള്ള ഒരു മുഷ്ടി യുദ്ധമുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ നേതാക്കൾക്ക് എതിരെ അതേപോലെ വലിപ്പമുള്ള മറ്റൊരാളെ കൊണ്ടുവന്ന് നിർത്തി അത് നിയോജക മണ്ഡലത്തിൽ വേണം, വേറെ ആളെ ഇറക്കുന്നതായിട്ട് കാര്യമില്ല. അങ്ങനെ ഇവർക്ക് എതിരെ മത്സരങ്ങളില്ല. വി ഡി സതീശനെതിരെ സ്ഥാനാർത്ഥിയില്ല, ഇല്ല. രമേശ് തിരുവഞ്ചൂരിനെതിരെ ഇല്ല, ഇല്ല. നേതാക്കന്മാർക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല അവര്. ഭയങ്കര തമാശയാണ്. ഏത് കോൺഗ്രസിന്റെ ഒരു നേതാവിനുമെതിരെ LDFന്റെ സ്ഥാനാർത്ഥികൾ, LDFന്റെ നേതാക്കന്മാർക്കെതിരെ UDFന്റെ സ്ഥാനാർത്ഥികളല്ല. ഇതൊരു പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരിക്കും. അതുകൊണ്ടാണ് ഇവരെല്ലാവരും എപ്പോഴും എന്ത് ചെയ്യുന്നത്, ജയിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. അതങ്ങനത്തെ ഒരു തുടർക്കഥയാണ് ശരിക്കും. ചില നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് ശരിക്കും പാർട്ടിക്ക് അസാധാരണമായിട്ടുള്ള സ്വാധീനമുള്ള നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയും. അതല്ലാത്തടത്ത് നന്നായിട്ട് അതേ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള ആളായിരിക്കണം സ്ഥാനാർത്ഥിയാണ്. പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളെ ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. പന്നിൻ്റെ വീടിൻ്റെ പറവൂരിനുണ്ട് വരും, പച്ചപ്പറ്റില്ല എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ നന്മയും വലിപ്പവും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു കാര്യം എന്നെ കണക്കാക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.